ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കിത് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 ബ്രൗൺ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 4 പീസായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാക്കറ്റ് പാലെടുത്തിട്ട് ചൂടാക്കാൻ വെക്കാം. അപ്പോഴേക്കും വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി വെക്കാം. അപ്പോൾ കട്ടകളില്ലാതെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ഈ കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4-5 ടേബിൾ സ്പൂണുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കൈയ്യെടുക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല തിക്കാണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. കസ്റ്റാർഡ് ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഗ്ലാസ് ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഐസ്ക്രീം ഡബ്ബയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്ലാസ്റ്റിക് ഡബ്ബ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് ഇത് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഗ്ലാസ് ട്രേ ആണെങ്കിൽ നല്ല ചൂടിൽ തന്നെ ഒഴിച്ചാൽ കുറച്ചും കൂടി സെറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.